ഹലോ കൂട്ടുകാരെ, അത് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ ഇവിടുത്തെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോൻ്റെ മനസ്സമ്മതമായിരുന്നു. അപ്പോൾ അതിന് ഒരുങ്ങിയതാണ്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് പോലെ എൻ്റെ പെണ്ണുമ്പോൾ ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടൻ നല്ല സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ്, അത് വേറെ കാര്യം. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ കളിക്കാൻ. എന്താ പറയുക, അവർ പാട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം ഇപ്പം അവരെല്ലാവരും കൂടിയിട്ട് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞുവാവനെ അവർക്ക് കൂട്ടുകെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ചുമ. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ മഴ പെയ്യണ ശബ്ദം കേട്ടോ. അത് കാരണം എനിക്ക് ഉറക്കെ പറയാനും പറ്റില്ല, ചുമച്ചിട്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ ഭയങ്കര അർമാദിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എത്താറായിട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞങ്ങളവിടെ എത്തി. അപ്പോൾ ചെക്കൻ വന്നിറങ്ങുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ ഈ നീലക്കാറിലാണ് കേട്ടോ വന്നിറങ്ങിയത്. കഴിഞ്ഞിട്ട് ചെക്കൻ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ നോക്കിയിരിക്കണം. അങ്ങനെ ഷേക്കിൻ്റെ ഒക്കെ കൊടുത്ത് നമ്മുടെ എന്താ പറയുക, നമുക്ക് പേര് മാറ്റി പിടിക്കണോ? ഓ വേണ്ട, ദേ വരുന്നു നമ്മുടെ പെണ്ണിനെ കൈ പിടിച്ച് ഇങ്ങനെ ഇറക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പെണ്ണിനെ കൈ പിടിച്ച് അവർ രണ്ടുപേരും പള്ളിയിലേക്ക് വരുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ പള്ളിയിൽ വന്ന് നിന്നു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആൾക്കാരുടെ മുൻപിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ വർത്തമാനം പറഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അടുത്ത് നിൽക്കുന്ന ഒരു ആൾക്കാരുടെ മുൻപിൽ നിൽക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണല്ലേ. അപ്പോൾ ഇവരിതേ ആൾക്കാരിൽ അവിടെ പ്രാർത്ഥനകൾ തുടങ്ങി. 5 അച്ഛന്മാരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇതിലാണ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ മനസ്സമ്മതത്തിൻ്റെ പരിപാടികൾ തുടങ്ങി. ഇനി അച്ഛൻ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയ സമയമാണ് കേട്ടോ. എന്തായാലും എത്ര നേരം നിന്ന് കാലും വേദന എടുത്തിട്ടൊക്കെ നിൽക്കുന്ന ടീമുകളാണ് അവിടെ എല്ലാവരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അച്ഛൻ്റെ ആശീർവാദം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇനി അച്ഛനും ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ഫോട്ടോ എടുപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റുമാനൂർ പള്ളിയിലാണ് നടക്കുന്നത്. ഏറ്റുമാനൂർ ഏത് പള്ളിയാണെന്നുള്ള പേര് ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ പിന്നെ കുടുംബാംഗങ്ങളുടെ കൂടെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസാണ്. അപ്പം ഇതൊക്കെ നടക്കുന്ന സമയത്ത് സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ കല്യാണവും എൻ്റെ മനസ്സമ്മതമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. കാരണം എൻ്റെ അപ്പച്ചൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ഓടി നടന്ന് എന്താ പറയുക, അതിൻ്റെ പൈസ കളക്ട് ചെയ്യലും ഉറപ്പിക്കൽ കഴിഞ്ഞപ്പോൾ തൊട്ട്, അതായത് നവംബർ 16-ാം തീയതി ചേട്ടൻ്റെ വീട്ടുകാർ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് ഉറപ്പിക്കണം കേട്ടോ. അങ്ങനെ കല്യാണം ഉറപ്പിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ജനുവരി 10-ാം തീയതി മനസ്സമ്മതം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എല്ലാ കാര്യങ്ങളും നിറവേറ്റും. അപ്പോൾ അപ്പച്ചനൊരു ഇതുണ്ട്. അപ്പച്ചൻ പുലർച്ചെ 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് രൂപത്തിൻ്റെ അവിടെ, അതായത് പ്രാർത്ഥന എത്തിക്കുന്ന രൂപത്തിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും കേട്ടോ. കാരണം ഈ ആദ്യത്തെ മോളാണ്. 5 മക്കളും മൂത്ത കുട്ടിയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് ടെൻഷനുണ്ട്. അപ്പനമ്മയും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പുലർച്ചെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനമ്മയ്ക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ വിവാഹങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അന്ന് പ്രാർത്ഥനയുടെ നിറവിലാണ് എൻ്റെ അപ്പനമ്മയൊക്കെ എന്നെ ഇറക്കി വിടണത് കേട്ടോ. ഞങ്ങൾ 5 പേരും ഇറങ്ങി വരുമ്പോൾ 4 പേരെയും കല്യാണം കഴിപ്പിച്ചപ്പോൾ 4ാമത്തോടെ കല്യാണം കഴിപ്പിക്കുക മാത്രമേ എൻ്റെ അപ്പച്ചനില്ല. അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാ കാര്യത്തിനും അപ്പച്ചൻ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മളും അവിടെ നിന്ന് ഇച്ചിരി വഴി പോകണമായിരുന്നു. അപ്പോൾ നടന്നും പിന്നെ അതുപോലെ തന്നെ സ്കോർപ്പിയോയിൽ കയറിയൊക്കെയാണ് നമ്മൾ കയറി ഇറങ്ങിയൊക്കെ നമ്മളവിടെ എത്തിയത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അവർക്ക് ആ കുഞ്ഞിക്കുട്ടീനെ കിട്ടി കേട്ടോ കളിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും കുഞ്ഞിനെ കൊഞ്ചിച്ചും, അവളാണെങ്കിൽ ജില്ല് തന്നെ നിൽക്കണേ കളിക്കാനൊക്കെ ആയിട്ടോ. നല്ല സൂപ്പർ എന്താ പറയുക, അവളെ താഴെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കളിക്കുമായിരുന്നു. ഇപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുകയല്ല, അവളെ ഇങ്ങനെ വീണാലും മറിഞ്ഞടിച്ച് അവിടെ ഇങ്ങനെ ഹരം കൊണ്ട് നിൽക്കണം. എന്തൊക്കെയോ സംഭവിക്കുന്ന ചുറ്റും, പക്ഷേ എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ. പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സ്, അവരെന്ത് നമ്മൾ പറഞ്ഞാലും അത് കേൾക്കും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവരുടെ മനസ്സിനറിയത്തില്ല അല്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കൊച്ചു ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അർമാദിച്ചു. അപ്പം ഞാനും ഇത് മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ, ഇവിടുത്തെ അപ്പൻ്റെ പെങ്ങളുടെ മൂത്ത ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവരുടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും എൻ്റെ മക്കളൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു.